ഹലോ! നമുക്കിന്നൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാം. അവൻ വരുമ്പോഴേക്കും എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. സ്നാക്കല്ല ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. പക്ഷേ കാലത്ത് കഴിക്കാൻ സമയത്ത് അവൻ ഉണ്ടാക്കില്ല. അതുകൊണ്ട് ഇപ്പൊ ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിക്കുക. ഹൈപ്പ് കണ്ടപ്പോ എന്താന്ന് വിചാരിച്ചു അല്ലേ? നമ്മള് സാധാരണ പുട്ടാണ് ട്ടോ. ഇത് ചെമ്പാ പുട്ടാണ് ഉണ്ടാക്കുന്നത്. 1 കപ്പിന് 1 കപ്പ് ചൂട് വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. തിളപ്പിച്ച വെള്ളത്തില് നമ്മള് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വരുമ്പോഴേക്കും അത് ശരിയായിട്ടുണ്ടാവും. നാളികേരം ചിരകിയതില്ലാത്തതുകൊണ്ട് ഞാൻ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ വേഗം അത് മിക്സിയിലൊന്ന് ഇത്രയ്ക്ക് തന്നെ മതി കേട്ടോ. അപ്പൊ നമ്മുടെ ക്രഷ്ഡ് തേങ്ങ റെഡി ആയിട്ടുണ്ട്. അതൊരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് പുട്ടിന് കൂടെ നമുക്ക് ചെറുപയറാക്കിയാലോ. എടുക്കാത്തതുകൊണ്ട് തന്നെ വേഗം കഴുകിയെടുത്ത് ഒരു 6 വിസിൽ അങ്ങോട്ട് അടുപ്പിച്ച് വേഗം നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. വിസില് മതി. നമ്മുടെ പുട്ടിന്റെ റെഡി ആയി നോക്കിയാലോ. ദാ സോഫ്റ്റ് പൊടി ഉണ്ട്. വേറെ കുഞ്ഞു കുക്കർ ഇല്ലാത്തതുകൊണ്ട് വേഗം പകർത്തിയിട്ട് നമുക്ക് പുട്ട് റെഡിയാക്കാൻ നോക്കാം കേട്ടോ. ചിരട്ടപ്പുട്ട് വേണ്ട, നമുക്ക് കുറ്റിപ്പുട്ട് മതി എന്ന് അവൻ എപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ കുറ്റിപ്പുട്ട് ഉണ്ടാക്കാം. പുട്ടിന് തേങ്ങയിടുന്നത് അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് താഴെയും മുകളിലും മാത്രം തേങ്ങയിട്ട് കൊടുത്താൽ മതി. ഇതാ വന്നു ട്ടോ. അങ്ങനെ നമ്മുടെ പുട്ട് റെഡി ആയി. കറി താളിച്ചാലോ. നമ്മുടെ പഴയ ചീഞ്ചട്ടി തന്നെ എടുത്തിട്ടുണ്ട്. എനിക്ക് ഇതാ കൈവഴക്കുന്നേ. അപ്പൊ ഇത് തന്നെ എടുക്കാം. എല്ലാം സാധാരണ പോലെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് ചുവന്നുള്ളി ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ സവാള എടുത്താണ് കേട്ടോ. അതും വഴറ്റി അതിന് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് വേപ്പിലയിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് നമ്മുടെ സാധാരണ പോലെ തന്നെ നമ്മുടെ ചെറുപയർ വേവിച്ച് താളിച്ചെടുക്കാം. ഇതൊക്കെ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് തന്നെ അവന്റെ സ്കൂളിലെ വിശേഷങ്ങൾ മുഴുവൻ എന്നെ പറഞ്ഞു കേൾപ്പിക്കുകയായിരുന്നു. ഇനി ഓരോന്നോരോന്ന് മേശയിൽ കൊണ്ടുവച്ചതിന് ശേഷം അവന് കഴിക്കാൻ കൊടുക്കാം. ദാ കഴിച്ചു കഴിഞ്ഞു. ഇത്ര പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞു. എന്തായാലും എന്റെ മോന് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.